ഒരാപത്ത് വരണുണ്ടല്ലോ. നോം പ്രവചിച്ച അച്ചത്ത. അല്ല, നിങ്ങൾക്ക് നാണമില്ല ഈ ചണ്ടാള ബാബ എന്നൊക്കെ പറയാണ്. എന്താണ് ഈ ചണ്ടാളൻ? ബ്രാഹ്മണ്യം ഉണ്ടാക്കിയ വൃത്തികേടിന്റെ ചാതുവർണ്ണത്തിൽ പോലും വിടാതെ അഞ്ചാമതാക്കി മാറ്റി നിർത്തിയ അടിമകളാണ് പഞ്ചായത്ത് ചാണ്ടാൾ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അതുപോലെ എല്ലാ പ്രപഞ്ചത്തിലും എല്ലാം ബ്രാഹ്മണന് വേണ്ടി കൊടുക്കാനാണ് സകല ദൈവങ്ങളും വന്നത്. കൊന്നത് മുഴുവൻ അസുരന്മാരെയാ. ആ അസുരന്റെ കൂട്ടത്തിൽ പെട്ടാ നിൽക്കുന്നത്. ശരിയാകും. ഞാൻ എന്റെ ജനത ഇത് ബ്രാഹ്മണൻ ഉണ്ടാക്കിയതല്ല. ഈ മണ്ണ് ഞങ്ങളുടേതാണെന്നും ഈ മണ്ണിലെ ദൈവസങ്കല്പങ്ങൾ പ്രകൃതിയാണെന്നും മലകളും നദികളും നിങ്ങൾ നശിപ്പിക്കരുതെന്നും പറയുന്ന ആത്മീയതാണ് എന്റെ ആത്മീയത. അതിനൊന്നും ഇല്ലേ? ജോസ് എന്താ ഐഡിയ പറയണ്ട്? എന്താ ജോസേ? അർജുന്റെ വിഷയം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞു, വാഹനം കിടന്ന ദിശയുടെ ഇന്ന രാശിയിൽ യൂട്യൂബിലുണ്ടല്ലോ സാർ. ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? കൃത്യമായി ലാസ്റ്റിൽ ആ വാഹനം കിട്ടിയത് ഞാൻ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. അദ്ദേഹം പറഞ്ഞു അർജുന്റെ കാര്യം, കൃത്യമായ സ്ഥലവും കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോഴും ഇവിടെ ലൈവായിട്ടുണ്ട്. പുണ്യാളം കൊണ്ടുവന്ന ഇവനെ അത് അദ്ദേഹം പറഞ്ഞത് പക്ക കള്ളമാണ്. ചെയ്ത വീഡിയോ ഞങ്ങൾ ഇപ്പൊ കേൾപ്പിക്കാം, പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ? തിരിച്ചു വരുമെന്ന് പറയുന്ന വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണിക്കൂ. ഇത് താങ്കളല്ല പറഞ്ഞെന്ന് എങ്ങനെയെങ്കിലും താങ്കൾക്ക് പറയാൻ പറ്റുമോ? യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്ന ഒരു വീഡിയോ. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നിങ്ങൾ പറഞ്ഞു അർജുനന് യാതൊരു കുഴപ്പവും വരാതെ തിരിച്ചു വരും എന്ന് ഈ വീഡിയോയിൽ കിടക്കുകയാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാൽ മതി. തിരിച്ചു വരും. നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. നീ ഒന്നും പണയണ്ട. ഇവിടുത്തെ റോക്കറ്റ് ഇവിടെ നേരെ എഴുതി കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞല്ലേ. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് എഴുതി കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. അതിനകത്തൊരു പഴമുണ്ട്, അതൊരു വായിക്കുത്തി കേട്ടോണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഇവിടെ മഴുവെടുത്ത് എറിഞ്ഞ് ഉണ്ടാക്കിയ കേരളം ആരുണ്ടാക്കിയെന്നാ നിങ്ങൾ കരുതുന്നത്? ഏത് കേരളം? അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട അവരാണ്, അല്ലാതെ കണ്ണി കണ്ട ഫ്രണ്ടിൽ പിടിച്ച് ഓരോരുത്തർ എടുത്തിട്ട് നീ ഇങ്ങനെ കരയല്ലേ. ഇതാണുങ്ങളായ കൺട്രോൾ വേണം. അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഇപ്പൊ ചലിക്കാത്ത ഒരു സാധനം, ഇപ്പൊ നമ്മൾ ഒരാളുടെ ഒരു മാല മേടിച്ചിട്ട് ഇതാ ഇങ്ങനെ കറങ്ങൂ എന്ന് പറഞ്ഞാൽ അത് കറക്കാൻ പറ്റും. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ അല്ലാന്നോണ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. നിങ്ങൾ പറയൂ ഇത് എങ്ങനെ കറങ്ങണം എന്ന് പറഞ്ഞാൽ ആ ബ്രെയിനിൽ ആ പവർ ഉണ്ടെങ്കിൽ അത് പറയുന്ന പോലെ കറങ്ങും. ഇതെങ്ങനെ കറങ്ങണം? ആ മാല ഇങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കട്ടെ. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് എന്തിനെ പോലെ ചലിക്കൂ വേഗത്തിൽ. കൈ ഇളകുന്നു പെട്ടെന്ന് കറങ്ങട്ടെ വട്ടത്തി കറങ്ങട്ടെ റൗണ്ട്. ആഹാ, കൈ ഇളകുന്നില്ലേ? ഒന്ന് ക്ലോസപ്പ് ഇട്ട് ആ കയ്യിലേക്ക്. എന്റെ ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്റെ വീട്ടിലെ 2 വയസ്സുള്ള കൊച്ച് മോള് കളിക്കുന്ന ഐറ്റം ആയത്. ഇങ്ങനെ ആളെ പറ്റി അല്ല, ഇതിൽ അത്ഭുതം. ആട്ടം ഞാനും ആട്ടി തരാം. അതെ, വയറ്റിപ്പഴപ്പല്ലേ. താങ്കളുടെ ഒരു കോർ ഏരിയ ഏതാണ്? കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുകയാണ്. അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ് ആണെങ്കിൽ പറയണം, ഞാൻ ചിരിക്കാം. അത് ശരി, വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റി. സൂര്യൻ നക്ഷത്രമാണോ ഗ്രഹമാണോ? സൂര്യൻ നക്ഷത്രമാണോ ഗ്രഹമാണോ? നക്ഷത്രം തന്നെയാണ് ഗ്രഹം. ഞാൻ പോവാ. ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? അതങ്ങനെ പഠിക്കാൻ പറ്റുന്ന സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെയൊക്കെ അത് ശരി. ഇതാണ് യാതൊരു വിവരം 1ാം ക്ലാസ്സിലെ പിള്ളേരുടെ വിവരമില്ല. നക്ഷത്രമായ ഗ്രഹം. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. ഇത്രയും പേർക്ക് പ്രവചിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. അതിന് ഉത്തരം പറയണം. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും കേരളത്തിൽ? അല്ലല്ല,
അല്ലല്ല കേക്കോ പറയൂ. അല്ലല്ല അതൊക്കെ ഞങ്ങളെ കുപ്പിയിൽ ഇറക്കാനുള്ള രീതിയാ. കാരണം ഞാൻ പറയാം. ഒന്ന് ഷോക്കായി ഇല്ലടാ ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ഓം ഹ്രീം അപ്പ്, അപ്പ്. നോക്കുന്നു സംഭവിച്ചു കഴിഞ്ഞു. ഇനി കീഴടങ്ങുന്നതാണ് നല്ലത്. കീഴടങ്ങുന്ന വീരത്തോട് നമുക്ക് പിടികൊടുക്കാം. അത് തന്നെയാ പോട്ടെ ഞാനും പറഞ്ഞത്. അകത്താക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എന്തായാലും കലക്കിടാ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഓം ക്രീം എന്നുള്ള പദം ഉപയോഗിക്കരുത്. അത് ഇവിടെ ഉപയോഗിക്കാനുള്ളതല്ല. അതിവിടുത്തെ ന്യായം. ഒരു മുസൽമാന്റെ മന്ത്രോച്ചാരണം എടുത്ത് കേട്ടെ. ഇതേ ഒരു മുസൽമാന്റെ മന്ത്രോച്ചാരണം എടുത്ത് കേട്ടെ. ഞങ്ങൾ മാന്ത്രികരൊക്കെ പറയുന്ന ഒരു വാക്കാണ് ഓം ഗ്രീൻ കുട്ടിച്ചാത്തന്നൊക്കെ. ഈ കുട്ടി ആരെല്ലാം പിള്ളേരെ കളിയാക്കും. നിങ്ങൾ എന്താ അവിടെ പോയി ബഹളം ഉണ്ടാക്കാത്തത്? ആവശ്യമില്ലാതെ മന്ത്രങ്ങൾ മിസ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റേണലിയും അത് കേൾക്കുന്നവർക്കും ഇന്റേണലി ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ദയവായിട്ട് പോയിട്ട് ഒരു പവറായിട്ട് ഫോൺ ചെയ്യും. അതിൽ മെറ്റൽസിന്റെ അംശമുണ്ട്. മന്ത്രത്തിൽ നിന്ന് മിസൈൽ ഉണ്ടാക്കാൻ വരെ ഇവിടെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഐം എന്ന് പറയുന്നത് സാരസ്വത ബീജവും ക്രീം എന്ന് പറയുന്നത് ശക്തി ബീജവും. ഞാൻ നിങ്ങൾക്ക് ഒരു ഓം ഹ്രീം പറയാം. നിങ്ങൾക്ക് വികാരം വ്രണപ്പെടുന്നുണ്ടോ നോക്കട്ടെ. ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഇവിടെ ആരാ പരിഹസിച്ചത്? ആരും പരിഹസിച്ചില്ല. ആരും പരിഹസിച്ചില്ല. ചേടാ ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തിൽ കിടന്ന പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ശരിയായ രീതിയിൽ പ്രവചിച്ച ഒരു പ്രവചനം കേരളത്തിന് ഓർമ്മിപ്പിക്കട്ടെ. 2018 നടന്ന ഒരു പ്രവചനമുണ്ട്. ഈ വർഷം ഭയങ്കര വരൾച്ചയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയാണ് പ്രവചിച്ചത്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പം ഞാൻ ഞെട്ടി മാമ. ആ പ്രവചനം പറയട്ടെ. ആ പ്രവചനം കഴിഞ്ഞ് ഏകദേശം 2 മാസത്തിന് ശേഷമാണ് കേരളം മൊത്തം വെള്ളത്തിലായത്. നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിന്നെ. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അദ്ദേഹം പറഞ്ഞു റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആകാശത്തേക്ക് വിടുമ്പോഴും നാരങ്ങ വെക്കുന്നുണ്ടല്ലോ എന്ന്. ഇവരിതൊക്കെ കണക്ക് നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നു. എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പരാജയപ്പെട്ട ദൗത്യങ്ങളുടെ ഉത്തരവാദിത്തം സാങ്കേതിക വിഭാഗത്തിനാണോ ജ്യോതിഷനാണോ? നാരങ്ങ വെച്ച ജ്യോതിഷനാണോ? ജ്യോതിഷം എന്ന് പറയുന്നത് 100% ശരിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ 99% അത് കൈകാര്യം ചെയ്യുന്നവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അടിപൊളി. 99% അത് കൈകാര്യം ചെയ്യുന്നവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞില്ലേ? അത് ഞങ്ങളെ അപ്പൊ കഴിഞ്ഞില്ലേ? മനുഷ്യരെ നാട്ടിക്കാനായിട്ടാണോ താൻ? ഏത് വകുപ്പിലാണ് സാറ് ഇന്ന ഒരാള് ഡ്രഗ് ഇതാണ് കാരണം, തലവൻ ഇതാണ് എന്ന് പറയുന്നു. അത് സാർ എന്ത് എവിഡൻസ്, എന്ത് അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞത്? സാറിന് എങ്ങനെ അത് മനസ്സിലായി? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. എന്ത് എവിഡൻസ് ആണ് സാറിനുള്ളത്? മോളെ കർണാടകയിൽ മടിവാള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബാംഗ്ലൂരിൽ. സാർ അവരോട് ബന്ധമുള്ളത് ഈ നീ എന്താ ചാണ്ടി കുഞ്ഞ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഓ ഞാൻ എന്നാ മിണ്ടാനാ? പിള്ളേരെ അണ്ണാക്കി പിരി വെട്ടിച്ച് തന്നില്ലേ? അതെ ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നേരമില്ല.